ഈ സമരത്തോട് തകർന്നടിഞ്ഞത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ഒരു ഭാവിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തപ്പെട്ടു. ഇനി ഇതിൽ വിശദമായിട്ട് ഒരു കാര്യം കൂടി ജനങ്ങൾ ഇല്ലെങ്കിൽ കോൺഗ്രസിനെ കാണുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിട്ട് കാണുന്ന ആൾക്കാരടക്കം പറയുന്നുണ്ട്. അതായത് രാജ്യസ്നേഹികളുടെ ഒരു പ്രതിപക്ഷം വരണം. അതിന് കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ കഴിയില്ല. ഒന്നുമല്ലാതായി മാറിയ രാഹുൽ ഗാന്ധിയേക്കാൾ നല്ലത് പാറ്റകളാണ്. അവർ പ്രതിപക്ഷമാകട്ടെ എന്ന് ഒരു വിഭാഗം പറയുന്നു. ഇതൊക്കെ ഉപരിപ്ലവമായിട്ട് സംസാരിക്കാമെന്നുള്ളതേ ഉള്ളൂ എങ്കിലും പറയപ്പെടുന്നതിൽ ഒരു കാര്യം വസ്തുതയാണ്: കോൺഗ്രസ് നിശേഷം തകർന്നിരിക്കുന്നു. എന്താണ് അഭിപ്രായം? കോൺഗ്രസ് തകർന്നിരിക്കുകയാണ്, സംശയമൊന്നുമില്ല. ഇപ്പം അവർ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. നെഹ്റു കുടുംബത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ലീഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും കുറേ ആളുണ്ടാവും. കുറേ ആളെന്നാണ് ഞാൻ പറയാം, മുഴുവൻ പാർട്ടിയിൽ നിന്നല്ല, കുറേ ആളുകളുണ്ടാവും. ആരെങ്കിലും മതി ആ വീട്ടിലെ. പണ്ട് ചന്ദ്രശേഖർ ശേഷം നടന്ന ഇലക്ഷന് നരസിംഹറാവു പ്രധാനമന്ത്രിയായി അല്ലേ. അപ്പം ആ കാലത്ത് ലീഡർഷിപ്പിൽ വരാനായിട്ട് സോണിയാഗാന്ധിയെ നിർബന്ധിച്ചിരുന്നു പാർട്ടിക്കാർ. സീതാറാം കേസരിയൊക്കെ അവിടെ ചെന്ന് ഇരിപ്പായിരുന്നു. മാഡം വരണം, മാഡം വരണം, മാഡം വരണം. ഇവരും ഇല്ലയെന്നും പറയാം. ഞാൻ പൊളിറ്റിക്സിലേക്കില്ല, എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുകയാണ്. അപ്പോൾ ആ ഇടയ്ക്ക് രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്, ഓൾ ഇന്ത്യ. അദ്ദേഹം ഒരു പ്രസ്താവന എടുത്തു, എൻ്റെ കസേര പ്രിയങ്കയ്ക്ക് തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്ന കാര്യമാണ്, ഞാനായിട്ട് അപവാദം പറഞ്ഞതല്ല. അപ്പം അങ്ങനെയാണ് ഇവരുടെ രീതി. അപ്പോൾ ആ സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു കാർട്ടൂൺ വന്നു. ഒരാൾ നിന്നുകൊണ്ട് ചെടി നനയ്ക്കുന്നു. അപ്പോൾ ഗാന്ധി തൊപ്പിക്കിട്ട് ഒരു കോൺഗ്രസ് നേതാവ്, ടിപ്പിക്കൽ കോൺഗ്രസ് തൊപ്പിയും കുർത്തയൊക്കെ ആയിട്ടാണ് കാണിക്കുക. അയാൾ വന്നിട്ട് ഇയാളോട് എന്തോ സംസാരിക്കുമ്പോൾ അയാൾ കൊടുക്കുന്ന മറുപടിയാണ് ഗാർഡനറുടെ, നോ നോ നോ, ഐ കോൺ ബി ദ പ്രസിഡൻറ്റ്, ഐ ഹാവ് വർക്ക് ടു ഡു. അതായത് അവിടുത്തെ ചെടി നനയ്ക്കുന്ന ആളായാലും മതി, ആ വീട്ടിലൊരാളാവണം എന്നുള്ളൊരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രത്തെ ചുറ്റിപ്പറ്റി പോകുമ്പോൾ അത് ആ നാണക്കേട് സഹിക്കാൻ, ഞാൻ വാക്ക് മനഃപൂർവ്വം പറഞ്ഞ നാണക്കേട്, ആ നാണക്കേട് സഹിച്ചുകൊണ്ട് നിൽക്കാൻ തയ്യാറുള്ള കുറേ ആൾക്കാർ അവർ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് മരണമില്ല എന്ന് അവർ പറഞ്ഞത്. കാരണം ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ മരണമില്ല, ആരെങ്കിലും ചുറ്റിപ്പറ്റി കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷേ കഴിവുള്ളവരും ആത്മാഭിമാനമുള്ളവരും ഇത്തിരി രാജ്യസ്നേഹമുള്ളവരൊന്നും അതിന് നിൽക്കില്ല, പോവും. അതെ. അപ്പം അങ്ങനെയാണല്ലോ പലരും ബി ജെ പിയിലൊക്കെ വരുന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കൗണ്ട് ഡൗൺ തന്നെയാണ്. പക്ഷെ അവർക്ക് ഇനി ആളുണ്ട്, ആള് ക്യൂവിൽ നിൽക്കുന്നുണ്ട് ലീഡറാവാനായിട്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയുടെ കുട്ടി, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ അവരിങ്ങനെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കൊരു മുഖ്യ പ്രതിപക്ഷത്തിൻ്റേതായുള്ള റോള് ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പാർലമെൻ്ററി പ്രൊസീജിയറൊക്കെ ശരിക്കും പഠിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അതറിയാം. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് ഇവർ തയ്യാറല്ല. പ്രശ്നങ്ങൾ തെരുവിൽ ഉന്നയിക്കുക, സഭയിൽ ഒന്ന് സംസാരിക്കാൻ വന്നാൽ ഇയാൾക്കത് അറിയില്ല, ഒരു സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ പണി പറ്റിയ ഒരാളെ ഏൽപ്പിച്ചൂടെ? എനിക്ക് ഈ പണി പറ്റിയതല്ല, എന്നാൽ വേറൊരാൾ വർത്തമാനം പറയാൻ ഒരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യൂല. അത് ചെയ്യാനായിട്ട് കൂടുതലുള്ളവർ സമ്മതിക്കില്ല. കാരണം വേറൊരാളുടെ അടിമകൻ അവർക്ക് ഇഷ്ടമല്ല, ഈ കുടുംബത്തിലെ ആളുടെ അടിമകൻ അവർക്ക് വിരോധമില്ല. അങ്ങനത്തെ ഒരു സംഭവം. അതുകൊണ്ട് അവർക്ക് പ്രതിപക്ഷം എന്നുള്ളതിൻ്റെ റോളൊന്നും അവർക്ക് ഇനി ഇല്ല. ടെക്നിക്കലി അവർ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലാർജസ്റ്റ് ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ റോള് അവർക്ക് ആ പൊസിഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല പ്രതിപക്ഷ നേതാവിൻ്റേതായുള്ള യാതൊന്നും ഇഫക്റ്റീവായിട്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിവുള്ള ഒരാളല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വാക്യൂമായിരിക്കും. ആ വാക്യൂത്തിൽ അവർക്കാണെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളൊന്നുമില്ല. ഇന്നലെ മണിശങ്കർ അയ്യർ വന്നിട്ട് അവിടെ പ്രസംഗിച്ചതെന്തായിരുന്നു? ഈ സമരക്കാരുടെ അടുത്ത് വന്നിട്ട് രാജ്യദ്രോഹ പ്രസംഗമാണ് അയാൾ ചെയ്യുന്നത്. ആൻറ്റി ഇന്ത്യ. വേറെ ഒരു രാജ്യത്താണെങ്കിൽ ആ പ്രസംഗം കഴിഞ്ഞാൽ നേരെ ജയിലിലേക്കാണ് പോവുക. ഫാസിസ്റ്റ് ആയിട്ടുള്ള നരേന്ദ്രമോദി അത് ചെയ്യുന്നില്ല. നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് രാജ്യദ്രോഹിനെ അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫാസിസ്റ്റ് ആവും മോദിജി എന്നാണ് ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ ആ വാക്യൂത്തിലേക്ക് ആരെങ്കിലും വന്നേ നോക്കും. അതൊരു പക്ഷേ രാജ്യദ്രോഹ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന
നാഷണലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ പാർട്ടികൾ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് ആ റോള് കിട്ടാം. ഏതായാലും ഒരു രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവണം. അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. രാജ്യ താല്പര്യം ഇല്ലാത്തവരുടെയാണ്. ഈ ചൈന ഇവിടെ വന്നിട്ട് സ്ഥലം പിടിച്ചെടുക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ 2-3 മരമാണ് വീണതെന്ന് പറയും, ഓപ്പറേഷൻ സിന്ദൂറിലോ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിലോ ഒക്കെ അങ്ങനെ പറയാം. അത് രാജ്യത്തിനെ എവിടെയൊക്കെ ഇഴുത്താമോ ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി. രാഹുൽ ഗാന്ധി മാത്രമല്ല, അവരുടെ കൂട്ടുള്ള എല്ലാവരും. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് തോന്നിയാൽ, ഒരു നല്ല പ്രതിപക്ഷം വേണമെന്ന് തോന്നിയാൽ പാർട്ടിക്കും സ്കോപ്പുണ്ട്, അല്ലെങ്കിൽ അതേപോലെ മറ്റേതെങ്കിലും പാർട്ടിക്കും സ്കോപ്പുണ്ട്. അഖിലേഷ് യാദവിനും ഒരു നാഷണലിസ്റ്റ് രൂപത്തിലൊരു ലൈൻ എടുക്കാമെങ്കിൽ അഖിലേഷ് യാദവിനും സാധ്യതയുണ്ട്. ഈ മമതാ ബാനർജി അവരുടെ ഈ രാജ്യദ്രോഹവും ഈ തരത്തിലുള്ള പ്രാന്തമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു റിയൽ ജെന്യുവിൻ ഒപ്പോസിഷൻ ലീഡറായിട്ട് വരാൻ തയ്യാറാണെങ്കിൽ മമതയ്ക്കും ചാൻസ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും അത് കഴിയില്ല. അപ്പോൾ ഈ രൂപത്തിൽ രാഷ്ട്രീയം കളിച്ച് അവസാനം ഡർട്ടി പൊളിറ്റിക്സ് കളിച്ച ആൾക്കാരെക്കാളും ഭേദമായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാത്തൊരു ഗ്രൂപ്പ്, അതുകൊണ്ടാണ് ഞാൻ പാർട്ടിയുടെ പേര് പറയുന്നത്, അവർ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഗതാർഹമാണ്. ഡെഫിനറ്റ്ലി അതൊരു പോസിബിലിറ്റി തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട്, അതായത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഭരണമില്ലാതാക്കിയ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അണ്ണാ ഹസാരെയുടെ മൂവ്മെൻ്റ് ആയിരുന്നു. സമാധാനപരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. അന്ന് കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് BJP അവിടെ എമർജ് ചെയ്ത് വന്നു. ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവാനായിട്ടൊരു പാറ്റാ മുന്നേറ്റത്തിന് കഴിയുന്നു, അല്ലെങ്കിൽ സർക്കാരുമായിട്ടൊരു നല്ല ബന്ധമുണ്ടാക്കി പ്രശ്നപരിഹാരത്തിന്, പ്രതിപക്ഷത്തിന് കഴിയാത്ത പ്രശ്നപരിഹാരത്തിന് മറ്റൊരു മുന്നേറ്റത്തിന് കഴിയുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ ഇല്ലാതാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അത് മുൻപത്തെ പോലെ പക്ഷത്തിരിക്കില്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയല്ല. ഇവിടെ വീണ്ടും തകരുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന പഴയ ഭരണകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഒരിടത്ത് ഭരണത്തെ താഴെ ഇറക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇവിടെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഒരു മൂവ്മെൻറ്റ് മാറുന്നത്? അതൊരു പ്രതിപക്ഷത്തിൻ്റെ റോള് നിർവഹിക്കുന്നില്ല. അന്ന് BJP ചെയ്തിരുന്നു, ഇന്ന് കോൺഗ്രസ് ചെയ്യുന്നു. അതെ, കോൺഗ്രസ് ചെയ്യുന്നില്ല. ഇവർ നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. BJP എടുത്തിരുന്ന പ്രതിപക്ഷ റോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരുന്നു, ക്രിയാത്മകമായിരുന്നു, കൺസ്ട്രക്റ്റീവായിരുന്നു, പോസിറ്റീവായിരുന്നു. കാരണം സർക്കാർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സമരമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതല്ലല്ലോ. ലോകരാഷ്ട്രത്തിൻ്റെ മുമ്പിൽ രാജ്യത്തിനെ നാണം കെടുത്തുന്ന കാര്യങ്ങൾ പറയുക, പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുക, ചൈനയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക, പച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ പേ പിടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ പറയുക. മഹാഭാരത യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അയാൾക്ക് ചരിത്രം അറിയോ? പുരാണം അറിയില്ല, ചരിത്രം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ വായിൽ വരുന്നത് കോതയ്ക്ക് പാറ്റെന്ന് പറഞ്ഞാൽ പറഞ്ഞു നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടെങ്കിൽ ആ പ്രതിപക്ഷത്തിന് റോളില്ല, സ്വീകാര്യത ഉണ്ടാവില്ല. ജനങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് ഫോഴ്സായിട്ട് അതിനെ കാണില്ല. ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എത്ര നല്ല ഗവൺമെൻറ്റായാലും ഒരു ശക്തമായൊരു ഒപ്പോസിഷൻ മറുവശം ആവശ്യമാണ്. അത് ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കണം. ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാണ്. ഇപ്പോൾ ദേവഗൗഡയും ഗുജറാലും ഭരിക്കുന്ന കാലത്ത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആരാ? BJP. സിംഗിൾ ലാർജസ്റ്റ്. അവർക്ക് ഈ സർക്കാരിനെ വീഴ്ത്താനെന്നുള്ള ശക്തിയില്ല, പക്ഷേ സിംഗിൾ ലാർജസ്റ്റ് ആണ്. ആ കാലത്തും അവരെടുത്തിരുന്ന നയം എന്തായിരുന്നു? ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ നയമാണ് എടുത്തിരുന്നത്. അപ്പം അത് ആ നയം ഇവർക്ക് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ വാക്വത്തിലേക്ക് വേറൊരാൾ വന്നേ വെക്കൂ. അത് പാറ്റയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ഇനിയുള്ള കാലം അങ്ങനത്തെ ആളുകളെ ജനങ്ങൾ സ്വീകരിക്കുള്ളൂ. അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞു, അല്ലേ? ഒരു പ്രത്യേക ഘട്ടം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ആ ഘട്ടത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലോട്ട് വരുമ്പോൾ രാജ്യദ്രോഹം കാണിക്കാത്ത, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ പറയാത്ത ആൾക്കാരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള ജനങ്ങൾ സ്വീകരിക്കും. അപ്പോൾ അത് ആർക്കാണ് ആ സമയത്ത് പ്രസക്തി എന്ന് വെച്ചാൽ അവർ വരും, പ്രൊവൈഡഡ് അവർ ഈ ലൈനാണ് എടുക്കുന്നതെങ്കിൽ. പോസിറ്റീവ്, ക്രിയേറ്റീവ്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇന്നും വേക്കൻസി ഉണ്ട്.
അതെ, സാധ്യതയുണ്ട്. അതെ. അവർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാധ്യതകൾ അടഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷേ കോൺഗ്രസ്സിന് ഇത്രയും ജീർണിച്ചു പോയ ഒരു കോൺഗ്രസ്, മണ്ടയില്ലാത്ത തെങ്ങ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെ. തടി മാത്രമേ ഉള്ളൂ. അത് ദ്രവിച്ച് പോവേണ്ടതാണ്. തേങ്ങയില്ല, ഓലയില്ല. അതെ. ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കുടുംബത്തിനെ ചുറ്റിപ്പറ്റി കുറേ ആൾക്കാരുണ്ട്. അതൊരു അന്ധവിശ്വാസം എന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. ഇപ്പോൾ ചില മതങ്ങളിൽ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവാറില്ല, എല്ലാ മതങ്ങളിലും. അതുപോലത്തെ ഒരു അന്ധവിശ്വാസം പോലെ ആ കുടുംബമാണ് എല്ലാം. അന്ന് എന്താണ് ആ കുടുംബം ചെയ്തത്, നെഹ്റു ഏത് കൊല്ലം പ്രധാനമന്ത്രിയായിരുന്നു, ഏത് കൊല്ലം മരിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അവർക്ക്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നവഭാരത ശില്പിയാണെന്ന് പറയും. ഓക്കെ, സമ്മതിച്ചു, നവഭാരത ശില്പി. ബട്ട് വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് നെഹ്റു എന്ന് വെച്ച് ഉത്തരം പറയുന്ന ഒരാൾ പോലും. അവർ ജനാധിപത്യം സ്ഥാപിച്ചു എന്ന് പറയും. അങ്ങനത്തെ സില്ലി കാര്യങ്ങൾ പറയും. ജനാധിപത്യം സ്ഥാപിച്ച നെഹ്റു ഒന്നുമല്ലോ, ജനാധിപത്യ രാജ്യമായിട്ടാണ് ഈ രാജ്യത്തിൻ്റെ 47 ശേഷമുള്ള നീക്കങ്ങൾ. അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയും. മതേതരത്വം ഇവിടുത്തെ സനാതന ധർമ്മവിശ്വാസികളുടെ എന്താ പറയുക, അവരുടെ ഓക്സിജനാണ്, അവർ ശ്വസിക്കുന്ന വായുവാണ് മതേതരത്വം. ഇവരാരും കണ്ടുപിടിച്ചതൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ സില്ലിയായുള്ള ചില ഉത്തരങ്ങളല്ലാതെ അവർക്ക് നെഹ്റു എന്ത് ചെയ്തു, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ആ കുടുംബത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അപ്പോൾ പറയും ഞങ്ങളെ 2 പേര് തീവ്രവാദികൾ കൊന്നില്ലേന്ന് ചോദിക്കും. ഇങ്ങനത്തെ സില്ലി ഉത്തരങ്ങളെ പറയുക. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രസക്തി സ്വാഭാവികമായിട്ടും നഷ്ടപ്പെട്ടു പോകും. ഇന്ന് കോൺഗ്രസ്സിനകത്ത് പോലും രാഹുൽ ഗാന്ധിനെ അംഗീകരിക്കുന്നവർ, മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവരില്ലല്ലോ. ഞാൻ പലരോടും സംസാരിക്കാറുണ്ട്. എന്ത് ചെയ്യാനാ സാറിനൊക്കെ ഇങ്ങനെ പറയാം, ഞങ്ങൾക്കൊന്നും അത് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു KPCC മെമ്പർ എൻ്റെ സുഹൃത്തുണ്ട്. നിങ്ങൾക്കൊക്കെ അത് പറയാം, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ, ഞങ്ങൾ ഈ പാർട്ടിയിലല്ലേ. അതെ, ഗതികേടാണ്. അതുകൊണ്ട് അവരുടെ പ്രസക്തി പോയി. ഇനി വേറെ ആൾക്കാർ ഇതേപോലെ വരണം, ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് വരണം. അവരുടെ ജനങ്ങൾ കൈ നീട്ടി സ്വീകരിക്കും. ജനാധിപത്യ വ്യവസ്ഥയിൽ ശക്തമായ പ്രതിപക്ഷം തന്നെ വേണം. അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. അതിന് യാതൊരു സംശയം വേണ്ട. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ ശക്തമായ പ്രതിപക്ഷമാണ്. അതവർക്ക് സാധിക്കുന്നില്ല. ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് കൊണ്ട് കടന്നുകൊണ്ടാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ആൾക്കാരൊക്കെ എല്ലാവരും BJPയിലേക്ക് പോകുന്നു. അവർ പോസിറ്റീവ് പൊളിറ്റിക്സ് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ പോവില്ലല്ലോ. പവർ പോയപ്പോൾ അവർക്ക് ആ പാർട്ടി വേണ്ട. കോൺഗ്രസ്സിലെയും അവസ്ഥ അത് തന്നെ, CPMലെയും അവസ്ഥ അത് തന്നെ. CPMനെ പിന്നെ നമുക്കൊരു ഭാരതത്തിൻ്റെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ചിന്തിച്ചാൽ എന്താ പറയുക, അതൊരു അധികപ്പറ്റായി പോകും. കേരളത്തിനപ്പുറം പ്രസക്തിയുള്ളവരെല്ലാവരും. കേരളത്തിലെ പ്രസക്തി തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു സ്കോപ്പുണ്ട് നല്ലൊരു പ്രതിപക്ഷത്തിന്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.